ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന എഞ്ചിനിലെ തീപിടുത്തത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് വിമാനത്തിനു അകത്തുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. 179 യാത്രക്കാരും 6 വിമാന ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. Please be seated. Everything is under control. We have landed. Please be seated. We are just waiting. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. സിനോജ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് റൺവേയിലാണ് വിമാനമുള്ളത്. എനിക്ക് തോന്നുന്നു അത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ടൊരു 10 മിനിറ്റ് ആകാശത്തേക്ക് ഉയർന്നു. അതിനുശേഷമാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്. യാത്രക്കാർ നിലവിളിക്കുന്നു. പിന്നീട് വിമാനം അടിയന്തരമായി എമർജൻസി ലാൻഡിംഗ് നടത്തുന്നു. ആ ലാൻഡിങ്ങിന് ശേഷമുള്ള ദൃശ്യങ്ങളല്ലേ ഇത്? ബിനിൽ, അതേ ലാൻഡിങ്ങിന് ശേഷം ആ വിമാനത്തിനകത്തുള്ള യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ബംഗളൂരുവിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിലേക്ക് പറന്നുയർന്നത്. ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കകം, അതായത് 11:10 തന്നെ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ഈ വിമാനത്തിൻ്റെ വലതുവശത്തെ എഞ്ചിനാണ് തീ പിടിച്ചത്. യാത്രക്കാരാണ് തീ പിടിച്ച വിവരം ആദ്യം കാണുന്നത്. ഉടൻ തന്നെ ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിച്ചു. അങ്ങനെ അടിയന്തര ലാൻഡിംഗ് അതേ വിമാനത്താവളത്തിൽ നടത്തുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്ത് റൺവേയിൽ എത്തിയ സമയത്താണ് ഈ മൊബൈൽ ഫോണിൽ യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിൽ വലതുവശത്തെ എഞ്ചിനിൽ തീ ആളിക്കത്തുന്നത് കാണാം. വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഫയർ എഞ്ചിൻ എത്തി തീ അണയ്ക്കുന്നുണ്ട്, വെള്ളം ചീറ്റി തീ അണയ്ക്കുന്നുണ്ട്. ആ സമയത്ത് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ക്യാബിൻ ക്രൂ അവരോട് ആവശ്യപ്പെടുന്നു, ദയവ് ചെയ്ത് സീറ്റിൽ ഇരിക്കണം, ആരും എഴുന്നേക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു. ക്യാപ്റ്റൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി എന്ന് നിർദ്ദേശം നൽകുന്നു. പക്ഷേ ആളുകൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ക്യാബിൻ ക്രൂ പലതവണ ആവർത്തിക്കുന്നുണ്ട്, ആരും എണീക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. തീ അണച്ച ശേഷമാണ് ആളുകളോട് പുറത്തേക്ക് വേഗത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ചില ആളുകൾ ബാഗുകൾ, ലഗേജ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. യാത്രക്കാരോട് ക്യാബിൻ ക്രൂ പറയുന്നു, ദയവ് ചെയ്ത് ലഗേജ് എടുക്കരുത്, നിങ്ങൾ തിക്കും തിരക്കും കൂട്ടാതെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുന്നു. ആ സമയത്ത് ക്യാപ്റ്റൻ്റെ നിർദ്ദേശം വരുന്നത് നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. തീ നിയന്ത്രണ വിധേയമാണ്, ആരും ധൃതി പിടിച്ച് ഇറങ്ങരുത്, തിക്കും തിരക്കും കൂട്ടാതെ പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക എന്നാണ് ക്യാപ്റ്റൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ആളുകൾ പേടിച്ച് ഭയന്നുകൊണ്ട് തന്നെ തിക്കും തിരക്കും കൂട്ടിയാണ് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങിയത്. 179 യാത്രക്കാരും 6 ജീവനക്കാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഇറങ്ങുന്ന സമയത്ത് ചില ആളുകൾക്ക് പരിക്ക് പറ്റിയിരുന്നു. വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ദേഹത്തേക്ക് ആളുകൾ വീണെന്നൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ പറയുന്നു. അങ്ങനെ ഭയന്ന ആളുകൾ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ യാത്രക്കാർ അന്ന് രാത്രി, ശനിയാഴ്ച രാത്രി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു. ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഈ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഏതായാലും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അന്വേഷണം തുടരുകയാണ്. ബിനിൽ.